ലോ ഓഫ് അസംഷൻ. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പരീക്ഷിച്ചിട്ടുണ്ടാകും. നിങ്ങൾ വിഷൻ ബോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഒരു കാര്യം പറയൂ, അതൊക്കെ പ്രവർത്തിച്ചോ? ഇല്ലെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നെവിൽ ഗോദാർഡ് 1950 തന്നെ പറഞ്ഞിരുന്നു, മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസംഷനാണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ എന്ത് അസ്യൂം ചെയ്യുന്നു എന്നതാണ് കാര്യം. ഇന്ന് ആ പാഠങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. വെൽക്കം ടു സ്റ്റോറി റീഡ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ലോ ഓഫ് അസംഷനെക്കുറിച്ചാണ്. നെവിൽ ഗോദാർദിന്റെ ഏറ്റവും മികച്ച പാഠങ്ങൾ, ദ യൂണിവേഴ്സ് അൺവെയിൽഡ് എന്ന പുസ്തകം മോഡേൺ വായനക്കാർക്ക് വേണ്ടി വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ലോ ഓഫ് അസംഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ ആശയം ജനപ്രിയമാണെങ്കിലും അപൂർണമാണ്. നെവിൽ ഗോദാർദ് പറയുന്നത് ഈ ആകർഷണം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ലോ ഓഫ് അട്രാക്ഷൻ വിട്ടുപോകുന്നു എന്നാണ്. ഏത് ആഴത്തിലുള്ള ശക്തിയാണ് കാര്യങ്ങളെ ആകർഷിക്കുന്നത്? ആ ആഴത്തിലുള്ള ശക്തിയാണ് അസംഷൻ. അസംഷൻ എന്നാൽ നിങ്ങൾ നേരത്തെ തന്നെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് വളരെ സ്വാഭാവികമായി തോന്നുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന്, രാവിലെ സൂര്യൻ ഉദിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. അത് സ്വാഭാവികമായി അസ്യൂം ചെയ്യുന്നതാണ്. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ചില അസംഷനുകളുണ്ട്. എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് നല്ല ജോലി കിട്ടില്ല, ബന്ധങ്ങൾ എപ്പോഴും തകരും, പണം ഒരിക്കലും നിൽക്കില്ല. ഇവ അസംഷനുകളാണ്. നെവിൽ ഗോദാർദ് പറയുന്നത് നിങ്ങൾ എന്ത് അസ്യൂം ചെയ്യുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ്. എപ്പോഴും ഒരു മാറ്റവുമില്ലാതെ ഇതൊരു നിയമമാണ്. പ്രകൃതിയുടെ നിയമം. ഗുരുത്വാകർഷണം പോലെ തന്നെ ഉറപ്പുള്ള കാര്യം. ഇന്നർ വേൾഡും ഔട്ടർ വേൾഡും. ഇനി ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നെവിൽ ഗോദാർദ് പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യം 2 തലങ്ങളിലാണ് നിലനിൽക്കുന്നത് എന്നാണ്. ഒന്നാമത്തെ തലം ഇന്നർ വേൾഡ്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ലോകമാണ്. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ അസംഷൻ, നിങ്ങളുടെ ഭാവന. രണ്ടാമത്തെ തലം ഔട്ടർ വേൾഡ്. ഇത് നിങ്ങൾക്ക് പുറത്തുള്ള ലോകമാണ്. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ സാഹചര്യങ്ങൾ. നെവിൽ ഗോദാർദിന്റെ ഏറ്റവും വിപ്ലവകരമായ ആശയം ഇതാണ്: ഇന്നർ വേൾഡ് ഔട്ടർ വേൾഡിനെ സൃഷ്ടിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ പുറത്ത് കാണുന്നതെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ളതിന്റെ പ്രതിഫലനമാണ്. ഈ ആശയം ആദ്യം കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. ഇതിനർത്ഥം നിങ്ങളുടെ ഔട്ടർ ലൈഫ് മാറണമെങ്കിൽ നിങ്ങൾ ഔട്ടർ വേൾഡിൽ നേരിട്ട് പ്രവർത്തിക്കേണ്ടതില്ല എന്നാണ്. നിങ്ങൾ ഇന്നർ വേൾഡിലാണ് പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ അസംഷനുകൾ മാറ്റണം. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. പ്രിയയുടെ കഥ കേൾക്കൂ. പ്രിയ കഴിവുള്ള ഒരു പ്രൊഫഷണലായിരുന്നു. പക്ഷേ എല്ലാ ജോലിയിലും അവൾക്ക് ഒരേയൊരു പ്രശ്നമുണ്ടായിരുന്നു. ബോസ് അവളെ ഗൗരവമായി എടുക്കുന്നില്ല. സഹപ്രവർത്തകർ അവളുടെ വാക്ക് കേൾക്കുന്നില്ല. അവൾ എന്ത് സംഭാവന നൽകിയാലും അത് അവഗണിക്കപ്പെടുന്നു. അവൾ കമ്പനി മാറും, അപ്പോഴും ഇതേ അവസ്ഥ. അവൾ ഇൻഡസ്ട്രി മാറും, അപ്പോഴും ഇതുതന്നെ. പ്രശ്നം പുറത്താണെന്ന് അവൾ കരുതി. ടോക്സിക് വർക്ക് പ്ലേസുകൾ, മോശം ബോസുമാർ, പിന്തുണയില്ലാത്ത സഹപ്രവർത്തകർ. എന്നാൽ ഒരു ദിവസം ഒരാൾ അവളോടൊരു ചോദ്യം ചോദിച്ചു: നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുമെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അവൾ നിന്നു. എന്നിട്ട് സത്യസന്ധമായി ചിന്തിച്ചു. ഇല്ല, അവൾ അങ്ങനെ അസ്യൂം ചെയ്തിരുന്നില്ല. തനിക്ക് പ്രാധാന്യമുണ്ടെന്നും തന്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്നും തന്നെ ഗൗരവമായി എടുക്കുമെന്നും അവൾ ഉള്ളിൻ്റെയുള്ളിൽ വിശ്വസിച്ചിരുന്നില്ല. ഈ അസംഷൻ അവളുടെ കുട്ടിക്കാലം മുതലുള്ളതായിരുന്നു. വീട്ടിൽ അവളുടെ വാക്കുകൾ ആരും കേട്ടിരുന്നില്ല. ആ അസംഷൻ അവൾ എല്ലാ ജോലിയിലും എല്ലാ ബന്ധങ്ങളിലും കൊണ്ടു നടന്നു. അവളുടെ ഔട്ടർ വേൾഡ് ആ അസംഷൻ തന്നെയാണ് പ്രതിഫലിപ്പിച്ചിരുന്നത്. എപ്പോഴാണോ അവൾ തന്റെ അസംഷൻ മാറ്റിയത്, എപ്പോഴാണോ തനിക്ക് വിലയുണ്ടെന്നും ആളുകൾ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൾ ആത്മാർത്ഥമായി വിശ്വസിക്കാൻ തുടങ്ങിയത്, അതേ ഓഫീസിൽ അതേ സഹപ്രവർത്തകരോടൊപ്പം എല്ലാം മാറിമറിഞ്ഞു. ഇതാണ് ലോ ഓഫ് അസംഷൻ. ഐ ആം എന്നതിന്റെ ശക്തി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. നെവിൽ ഗോദാർദ് പറയുന്നത് അസംഷന്റെ ഏറ്റവും ശക്തമായ രൂപം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അസംഷനുകളാണ് എന്നാണ്. ഇതിനെ അദ്ദേഹം ഐ ആം എന്ന് വിളിക്കുന്നു. ഐ ആമിന് ശേഷം വരുന്നതെന്തും നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. ഐ ആം ലക്കി, ഐ ആം വർത്തി, ഐ ആം കേപ്പബിൾ, ഐ ആം ലൗഡ്. അല്ലെങ്കിൽ ഐ ആം അൺലക്കി, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഐ ആം ഓൾവേസ് സ്ട്രഗ്ലിംഗ്. 2 അസംഷനുകളും ഒരുപോലെ ശക്തമാണ്. രണ്ടും സംഭവിക്കുകയും ചെയ്യും. ഒരെണ്ണം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു, മറ്റേത് നിങ്ങളെ തളർത്തുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. നെവിൽ ഗോദാർദ് പറയുന്നത് ഐ ആം ഏറ്റവും
രഹസ്യമായ പ്രസ്താവനയാണ് എന്നാണ്. കാരണം അയാമിന് ശേഷം നിങ്ങൾ എന്താണോ ചേർക്കുന്നത് അത് നിങ്ങളുടെ ദൈവമായി മാറുന്നു. അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവായി മാറുന്നു. അതിനാൽ ചിന്തിക്കുക, നിങ്ങൾ അയാമിന് ശേഷം എന്താണ് ചേർക്കുന്നതെന്ന്. ഓരോ ദിവസവും ഓരോ നിമിഷവും. കാരണം നിങ്ങളുടെ തലച്ചോർ ഓരോ നിമിഷവും ഈ പ്രസ്താവന പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഓരോ തവണയും അയാമിന് ശേഷം നിങ്ങൾ ചേർക്കുന്നതെന്തും നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് പോകുകയും സബ് അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി വളരെ രസകരമായ ഒരു ആശയം, ദ യൂണിവേഴ്സ് അൺവെയിൽഡ്. ഈ പുസ്തകത്തിൽ നെവിൽ ഗൊദാർദിന്റെ പാഠങ്ങളെ ആധുനിക രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് ലോ ഓഫ് അസംഷൻ മനസ്സിലാക്കാൻ ഒരു കാര്യം പൂർണ്ണമായും വ്യക്തമായിരിക്കണം എന്നാണ്. നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യം നിങ്ങളുടെ പഴയ അസംഷനുകളുടെ ഫലമാണ്. ഈ കാര്യം വളരെ ശക്തമാണ്, കാരണം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയായത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു. ഒപ്പം ഇതൊരു പ്രതീക്ഷയും നൽകുന്നു. കാരണം നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യം പഴയ അസംഷനുകളുടെ ഫലമാണെങ്കിൽ നിങ്ങളുടെ ഭാവി യാഥാർത്ഥ്യം നിങ്ങളുടെ ഇന്നത്തെ അസംഷനുകളുടെ ഫലമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ അസംഷനുകൾ മാറ്റാൻ കഴിയും. ഇതിനർത്ഥം നിങ്ങളുടെ ഭൂതം നിങ്ങളുടെ ഭാവിയല്ല എന്നാണ്. നിങ്ങളുടെ ഇന്നത്തെ അസംഷനാണ് നിങ്ങളുടെ ഭാവി. ഈ ആശയം വളരെ വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ്. ഇമാജിനേഷനും അവസാനത്തിൽ ജീവിക്കലും. ഇനി പ്രായോഗികമായി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അസംഷനുകൾ മാറ്റാനുള്ള ഏറ്റവും ശക്തമായ മാർഗം ഇമാജിനേഷനാണെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. ഇമാജിനേഷൻ എന്നാൽ വെറുതെ ചിത്രങ്ങൾ കാണുക എന്നല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം ഇപ്പോൾ തന്നെ ഉള്ളതുപോലെ അനുഭവിക്കുന്നതാണ് ഇമാജിനേഷൻ. ഈ വ്യത്യാസം വളരെ പ്രധാനമാണ്. മിക്ക ആളുകളും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ ആ കാര്യത്തെ ഭാവിയിലാണ് കാണുന്നത്. എനിക്കിത് എപ്പോഴെങ്കിലും ലഭിക്കുമെന്ന് അവർ സങ്കൽപ്പിക്കുന്നു. എന്നാൽ ഈ രീതി പ്രവർത്തിക്കില്ല എന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. കാരണം നിങ്ങൾ ഒരു കാര്യത്തെ ഭാവിയിൽ നിർത്തുമ്പോൾ നിങ്ങളുടെ അസംഷൻ ഇത് ഇപ്പോഴില്ല എന്ന് തന്നെയായിരിക്കും. സബ് കോൺഷ്യസ് അതേ അസംഷൻ തന്നെ യാഥാർത്ഥ്യമാക്കുന്നു, ഇപ്പോഴില്ല എന്നത്. ഇതിന് പകരം ആ കാര്യം ഇപ്പോൾ തന്നെയുണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം, അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞുവെന്ന്. നെവിൽ ഗൊദാർദ് ഇതിനെ ലിവിംഗ് ഇൻ ദ എൻഡ് എന്ന് വിളിക്കുന്നു. അവസാനത്തെ അവസ്ഥയിൽ ജീവിക്കുക. ആ യാഥാർത്ഥ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടേതാണെന്ന് അനുഭവിക്കുക. ഇതൊരു പ്രായോഗിക ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു പുതിയ വീട് വേണമെന്ന് കരുതുക. സാധാരണ മാനിഫെസ്റ്റേഷൻ രീതി പറയുന്നത് ആ വീടിനെ സങ്കല്പിക്കുക എന്നാണ്. നെവിൽ ഗൊദാർദിന്റെ രീതി പറയുന്നത് ആ വീട്ടിൽ ഇപ്പോൾ തന്നെ ജീവിക്കുന്നതായി അനുഭവിക്കുക എന്നാണ്. ആ വീടിന്റെ താക്കോലുകൾ നിങ്ങളുടെ കൈകളിൽ അനുഭവിക്കുക, ആ വീടിന്റെ ഗന്ധം അനുഭവിക്കുക, ആ വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നത് അനുഭവിക്കുക. എന്നെങ്കിലുമല്ല ഇപ്പോൾ തന്നെ. ഇത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതുപോലെ. ഇതാണ് അസംഷൻ. ഈ അസംഷൻ തന്നെയാണ് യാഥാർത്ഥ്യമാകുന്നതും. ഇനി വളരെ ആഴത്തിലുള്ള ഒരു ആശയം, ദ യൂണിവേഴ്സ് അൺവെയിൽഡ്. ഈ പുസ്തകത്തിൽ നെവിൽ ഗൊദാർദിന്റെ പാഠങ്ങളുടെ കാതലായൊരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യം ഇതാണ്, കോൺഷ്യസ്നെസ് മാത്രമാണ് ഒരേയൊരു യാഥാർത്ഥ്യം. ഇതൊരു വലിയ പ്രസ്താവനയാണ്, പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പുറത്ത് കാണുന്ന ലോകം യഥാർത്ഥത്തിൽ കോൺഷ്യസ്നെസ്സിന്റെ പ്രതിഫലനമാണെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. ഒരു പ്രൊജക്ടർ സ്ക്രീനിൽ ചിത്രം പതിപ്പിക്കുന്നത് പോലെ. സ്ക്രീൻ യഥാർത്ഥമാണ്, ചിത്രം യഥാർത്ഥമാണെന്ന് തോന്നാം, എന്നാൽ അതിന്റെ ഉറവിടം പ്രൊജക്ടറിലാണ്. ഇതേപോലെ നിങ്ങളുടെ ബാഹ്യ യാഥാർത്ഥ്യം യഥാർത്ഥമാണ്, പക്ഷേ അതിന്റെ ഉറവിടം നിങ്ങളുടെ ആന്തരിക കോൺഷ്യസ്നെസ്സിലാണ്. ഇതിന്റെ പ്രായോഗികമായ അർത്ഥം ഇതാണ്: നിങ്ങൾക്ക് ബാഹ്യ യാഥാർത്ഥ്യം മാറ്റണമെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ്നെസ് മാറ്റണം, അസംഷനുകൾ മാറ്റണം. ബാഹ്യ യാഥാർത്ഥ്യത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നത് സ്ക്രീനിലെ ചിത്രം നേരിട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് പ്രവർത്തിക്കില്ല. ഉറവിടത്തിൽ പ്രവർത്തിക്കുക, പ്രൊജക്ടർ മാറ്റുക, ചിത്രം താനേ മാറും. ഇതാണ് ലോ ഓഫ് അസംഷന്റെ കാതൽ. ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം. ഇനി വളരെ പ്രധാനപ്പെട്ടതും പ്രായോഗികവുമായ ഒരു ആശയം. നെവിൽ ഗൊദാർദ് പറയുന്നത് അസംഷനുകൾ മാറ്റാൻ ഏറ്റവും ഫലപ്രദമായ സമയം ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള സമയമാണ് എന്നാണ്. ഫീലിംഗ് ഇസ് ദ സീക്രട്ട് എന്ന പുസ്തകത്തിലും ഈ ആശയം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ്പ്. ഇവിടെ നെവിൽ ഗൊദാർദ് ഇത് അസംഷന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ മയക്കമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ, കോൺഷ്യസ് മൈൻഡ് വിശ്രമിക്കുമ്പോൾ, സബ് കോൺഷ്യസ് ഏറ്റവും സജീവമായിരിക്കും. ആ അവസ്ഥയിൽ നിങ്ങൾ നൽകുന്ന അസംഷനുകൾ നേരിട്ട് സബ് കോൺഷ്യസിലേക്ക് പോകും. അതിനാൽ എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം ഇതിനകം സംഭവിച്ചുവെന്ന് പ്രതിനിധീകരിക്കുന്ന ഒരു രംഗം സങ്കല്പിക്കുക. ആരെങ്കിലും നിങ്ങളെ അഭിനന്ദിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വീട്ടിൽ ഇരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ആ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുപോലെയോ ഉള്ള ഒരു പ്രത്യേക രംഗം. ആ രംഗം അനുഭവിക്കുക. ഫസ്റ്റ് പേഴ്സൺ കാഴ്ചപ്പാടിൽ നിന്ന് അത് വ്യക്തമാക്കുക. ആ വികാരത്തോടെ ഉറങ്ങുക. ഈ ശീലം സ്ഥിരമായി ചെയ്യുക. ഫലം നിങ്ങൾക്ക് തന്നെ കാണാം.
സാഹചര്യങ്ങളെ അവഗണിക്കുക. ഇനി ദ യൂണിവേഴ്സ് അൺവെയിൽഡ് ഈ പുസ്തകം വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന രസകരമായ ഒരാശയം: അസംഷനുകളും സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധം. നെവിൽ ഗൊദാർദ് പറയുന്നത്, മിക്ക ആളുകളും സാഹചര്യങ്ങളെ യാഥാർത്ഥ്യമായി കാണുകയും ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം അസംഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്റെ കയ്യിൽ പണമില്ല, അതിനാൽ ഞാൻ ദരിദ്രനാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. എന്റെ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതിനാൽ എന്റെ ബന്ധങ്ങൾ എപ്പോഴും മോശമാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇത് സ്വാഭാവികമാണെന്ന് തോന്നും, എന്നാൽ ഇതൊരു കെണിയാണ്. കാരണം നിങ്ങൾ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അസംഷനുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതേ അസംഷനുകളെ വീണ്ടും ഉറപ്പിക്കുകയും ഒരേ സാഹചര്യങ്ങൾ യാഥാർത്ഥ്യമാകുകയും ചെയ്യുന്നു. ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പ് തകർക്കാൻ ഒരേയൊരു വഴിയേയുള്ളൂ എന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു: സാഹചര്യങ്ങളെ അവഗണിക്കുക. നിങ്ങൾ എന്താണ് അസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കുക. ഇത് വിപരീതമായി തോന്നാം, അല്പം ബുദ്ധിമുട്ടുണ്ടാക്കാം. പണമില്ലാത്തപ്പോൾ സമൃദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇതുതന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ സാഹചര്യങ്ങൾക്ക് വിപരീതമായ അസംഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ആ ലൂപ്പ് തകർക്കുകയാണ്. പുതിയ അസംഷൻ പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതൊരു യഥാർത്ഥ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. രാഹുൽ കഷ്ടപ്പെടുന്ന ഒരു സംരംഭകനായിരുന്നു. ബിസിനസ് നടക്കുന്നില്ല, പണം തീരുന്നു, നിക്ഷേപകരെ ലഭിക്കുന്നില്ല. എനിക്ക് ഭാഗ്യമില്ല, എന്റെ ബിസിനസ് ഒരിക്കലും വിജയിക്കില്ല എന്നതായിരുന്നു അവന്റെ അസംഷൻ. അതുതന്നെയാണ് മാനിഫെസ്റ്റായിക്കൊണ്ടിരുന്നതും. അവൻ നെവിൽ ഗൊദാർദിന്റെ പാഠങ്ങൾ പ്രയോഗിച്ചു. സാഹചര്യങ്ങളെ താൽക്കാലികമായി അവഗണിക്കാനും തന്റെ ബിസിനസ് ഇതിനകം വിജയിച്ചുവെന്ന് അസ്യൂം ചെയ്യാനും അവൻ തീരുമാനിച്ചു. ഇത് എളുപ്പമായിരുന്നില്ല, സാഹചര്യങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. എന്നാൽ അവൻ ഇത് സ്ഥിരമായി പരിശീലിച്ചു. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് തന്റെ ബിസിനസ് വിജയകരമാണെന്ന് അവൻ ഫീൽ ചെയ്തു. നിക്ഷേപകർ തന്റെ അടുത്തേക്ക് വരുന്നു, ടീം ആവേശത്തിലാണ്, ഉപഭോക്താക്കൾ സന്തോഷവാന്മാരാണ്. 6 മാസത്തിനു ശേഷം അപ്രതീക്ഷിതമായി ഒരു വലിയ നിക്ഷേപകൻ മുന്നോട്ട് വന്നു. ബിസിനസ് പച്ചപിടിച്ചു. യാദൃശ്ചികമാണോ? നെവിൽ ഗൊദാർദ് പറയുന്നു, അല്ല, ഇത് ലോ ഓഫ് അസംഷൻ ആയിരുന്നു. സ്പെസിഫിക് പേഴ്സൺ മാനിഫെസ്റ്റേഷൻ. ഇനി ഈ പുസ്തകത്തിൽ വളരെ ആഴത്തിൽ പര്യവേക്ഷണം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആശയം: സ്പെസിഫിക് പേഴ്സൺ മാനിഫെസ്റ്റേഷൻ. ഇത് ഒരുപാട് ആളുകൾക്ക് പ്രസക്തമായ ഒരു ആശയമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രത്യേക വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഒരു പ്രത്യേക ബന്ധത്തെ മാറ്റാൻ കഴിയുമോ? നെവിൽ ഗൊദാർദിന്റെ ഉത്തരം അതെ എന്നാണ്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ കോൺഷ്യസ്നസിന്റെ പ്രതിഫലനങ്ങളാണെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. ഇത് ആദ്യം കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാം, എന്നാൽ ഇതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരിൽ കാണുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വന്തം അസംഷനുകളുടെ പ്രതിഫലനമാണ് എന്നാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി നിങ്ങളോട് അകലം പാലിക്കുന്നുവെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താൽ, അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ തലച്ചോർ അവരുടെ പെരുമാറ്റത്തിൽ ആ അകലം കാണും. ആ വ്യക്തി സ്നേഹമുള്ളവനാണെന്നും കരുതലുള്ളവനാണെന്നും നിങ്ങളോട് നല്ലവനാണെന്നും നിങ്ങൾ അസ്യൂം ചെയ്താൽ, നിങ്ങളുടെ തലച്ചോർ അവരുടെ പെരുമാറ്റത്തിൽ ആ ഗുണങ്ങൾ കാണും. ഒടുവിൽ ആ വ്യക്തി നിങ്ങളോട് ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങും. എന്തുകൊണ്ട്? കാരണം നമ്മളെല്ലാം ഒരേ കോൺഷ്യസ്നസിന്റെ ഭാഗമാണ്. ഒരാളെക്കുറിച്ചുള്ള നിങ്ങളുടെ അസംഷൻ മാറുമ്പോൾ അവരോടൊപ്പമുള്ള നിങ്ങളുടെ എനർജിയും മാറുന്നു. നിങ്ങൾ അവരോട് വ്യത്യസ്തമായി പെരുമാറുന്നു, സ്വാഭാവികമായും അവർ വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. സ്പെസിഫിക് പേഴ്സൺ മാനിഫെസ്റ്റേഷന്റെ കാതൽ ഇതാണ്: ആ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അസംഷൻ മാറ്റുക. അവർ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ അവരെ കാണാൻ തുടങ്ങുക. അവർ ഇതിനകം അങ്ങനെയാണെന്ന് ഫീൽ ചെയ്യുക. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. അസംഷൻ ലാഡർ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം: ദ യൂണിവേഴ്സ് അൺവെയിൽഡ്. ഈ പുസ്തകത്തിൽ അസംഷൻ ലാഡർ എന്ന് വിളിക്കുന്ന ഒരു ആശയം അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് അസംഷൻ ലാഡർ? അസംഷനുകൾ എങ്ങനെ ലെവലുകളിലാണുള്ളത് എന്ന് വിശദീകരിക്കുന്ന ഒരു ചട്ടക്കൂടാണിത്. ലെവൽ 1 സർഫേസ് അസംഷനുകൾ. ഇവ നിങ്ങൾ ബോധപൂർവം വെച്ചുപുലർത്തുന്ന അസംഷനുകളാണ്. എനിക്ക് ഈ ജോലി ലഭിക്കും എന്നതുപോലെ. ലെവൽ 2 ഡീപ്പ് അസംഷനുകൾ. ഇവ നിങ്ങളുടെ ഉള്ളിലുള്ള ഉറച്ച വിശ്വാസങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഞാൻ കഴിവുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന് അർഹനാണ് എന്നതുപോലെ. ലെവൽ 3 കോർ അസംഷനുകൾ. ഇതാണ് ഏറ്റവും ആഴത്തിലുള്ള ലെവൽ. ഇവ നിങ്ങളുടെ അടിസ്ഥാന ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട അസംഷനുകളാണ്. ഞാൻ സ്നേഹിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനാണ് എന്നതുപോലെ. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, സർഫേസ് ലെവൽ അസംഷനുകളും ഡീപ്പർ ലെവൽ അസംഷനുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ സർഫേസ് ലെവൽ അസംഷൻ യാഥാർത്ഥ്യമാകില്ല എന്നതാണ്. അതായത്, എനിക്ക് ഈ ജോലി ലഭിക്കുമെന്ന് നിങ്ങൾ സർഫേസ് ലെവലിൽ അസ്യൂം ചെയ്യുന്നു, എന്നാൽ നല്ല കാര്യങ്ങൾക്കൊന്നും ഞാൻ അർഹനല്ല എന്നാണ് നിങ്ങളുടെ ഡീപ്പ് ലെവലിലെ അസംഷൻ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഏത് അസംഷൻ യാഥാർത്ഥ്യമാകും? ഡീപ്പ് ലെവലിലുള്ളത്. അതുകൊണ്ടാണ് സർഫേസ് ലെവൽ അഫർമേഷനുകൾ പലപ്പോഴും പ്രവർത്തിക്കാത്തതെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നത്. കാരണം അടിസ്ഥാനപരമായി ആഴത്തിലുള്ള അസംഷനുകൾ അവയെ മറികടക്കുന്നു.
അതിനാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീപ്പർ അസംഷനുകളെ തിരിച്ചറിഞ്ഞ് അവ മാറ്റുക എന്നതാണ്. നമുക്കൊരു പരിശീലനം ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുക. എന്നിട്ട് സത്യസന്ധമായി സ്വയം ചോദിക്കുക, ഞാൻ ഇതിന് അർഹനാണെന്ന് ഞാൻ ആത്മാർത്ഥമായി അസ്യൂം ചെയ്യുന്നുണ്ടോ? സത്യസന്ധമായ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുക. ആ ഡീപ്പർ അസംഷനെ മാറ്റുക. ഐ ആം വർത്തി, ഐ ആം ഡിസേർവിംഗ്, ഐ ആം ലവ്ഡ്. അത് നിങ്ങളുടെ പുതിയ അസംഷനാകുന്നതുവരെ സ്ഥിരമായി ഫീൽ ചെയ്യുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയം, നെവിൽ ഗോദ്ദാർദ് പറയുന്നത് അസംഷനുകൾ എപ്പോഴും യാഥാർത്ഥ്യമാകുമെന്നാണ്. എന്നാൽ ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയാറില്ല. എന്തുകൊണ്ട്? കാരണം നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയായിരിക്കും അസംഷനുകൾ യാഥാർത്ഥ്യമാകുന്നത്. ഒരു അസംഷൻ പൂർത്തീകരിക്കാൻ പ്രപഞ്ചത്തിന് അനന്തമായ വഴികളുണ്ട്. കൂടാതെ അത് എപ്പോഴും ഏറ്റവും സ്വാഭാവികവും അപ്രതീക്ഷിതവുമായ വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. രാഹുലിന്റെ കാര്യത്തിലെന്ന പോലെ നിക്ഷേപകൻ എവിടെ നിന്ന് വരുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ അസ്യൂം ചെയ്യുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. എങ്ങനെ എന്നത് പ്രപഞ്ചത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ നിങ്ങളുടേതൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ശക്തമായ അസംഷൻ ഉണ്ടാക്കിയിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നിൽക്കുക, ശാന്തമായി വിശ്വാസമർപ്പിക്കുക. പ്രപഞ്ചം ഇതിനകം തന്നെ പ്രവർത്തനത്തിലാണ്. നിങ്ങളുടെ അസംഷൻ ഇതിനകം സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അത് ഭൗതിക ലോകത്ത് പ്രത്യക്ഷപ്പെടാൻ സമയമെടുക്കുന്നു എന്ന് മാത്രം. വളരെ ആഴമുള്ളതും മനോഹരവുമായ മറ്റൊരു ആശയം നെവിൽ ഗോദ്ദാർദ് പറയുന്നത് നാം എല്ലാവരും ഒരേ അനന്തമായ കോൺഷ്യസ്നെസ്സിന്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണെന്നാണ്. ആരും വ്യത്യസ്തരല്ല, ആരും വേറിട്ട് നിൽക്കുന്നില്ല. ഇതിന്റെ പ്രായോഗികമായ അർത്ഥം ഇതാണ്: നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല അസംഷനുകൾ വയ്ക്കുമ്പോൾ, മറ്റുള്ളവർ വിജയിക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ, മറ്റുള്ളവരെ അവരുടെ ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങൾ കാണുമ്പോൾ, ഈ എനർജി ആത്യന്തികമായി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരുന്നു. കാരണം നിങ്ങൾ മറ്റുള്ളവരിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം കോൺഷ്യസ്നെസ്സിന്റെ പ്രതിഫലനം തന്നെയാണ്. മുൻവിധി, അസൂയ, നീരസം ഇവയെല്ലാം ആത്യന്തികമായി സ്വയം വേദനിപ്പിക്കുന്നു. സ്നേഹം, പിന്തുണ, യഥാർത്ഥമായ ക്ഷേമം ആഗ്രഹിക്കൽ ഇവയെല്ലാം ആത്യന്തികമായി സ്വയം പ്രയോജനപ്പെടുത്തുന്നു. നെവിൽ ഗോദ്ദാർദിന്റെ ഈ പാഠം വളരെ വലുതാണ്. നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ എന്ത് അസ്യൂം ചെയ്യുന്നു എന്നതും പ്രധാനമാണെന്ന് ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അസംഷൻ, ഇൻട്രപ്ഷൻ. ഇനി പ്രായോഗികമായി വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം, ദ യൂണിവേഴ്സ് അൺവെയിൽഡ്. ഈ പുസ്തകം പറയുന്ന അസംഷൻ ഇൻറ്ററപ്ഷൻ എന്ന ആശയം. ഇതെന്താണ്? എപ്പോഴൊക്കെ നെഗറ്റീവ് അസംഷനുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുവോ, ഇത് നടക്കില്ല, എനിക്കിതിന് കഴിയില്ല, ഇതെനിക്കുള്ളതല്ല എന്ന് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറയുന്നുവോ, ആ നിമിഷത്തിൽ അതിനെ തടയുക. എങ്ങനെ? ആ നെഗറ്റീവ് അസംഷനെ അംഗീകരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണ് അസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കുക. ഇതെനിക്കുള്ളതല്ല എന്നതിനെ തടഞ്ഞ് യഥാർത്ഥത്തിൽ ഇത് കൃത്യമായും എനിക്കുള്ളത് തന്നെയാണ് എന്ന് ചിന്തിക്കുക. ഇത് നടക്കില്ല എന്നതിനെ തടഞ്ഞ് ഇത് ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ ശീലം തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടായി തോന്നും, എന്നാൽ ഇത് വളരെ ശക്തമാണ്. കാരണം നിങ്ങൾ സജീവമായി നിങ്ങളുടെ അസംഷനുകളെ തത്സമയം പുനർനിർമ്മിക്കുകയാണ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ തലച്ചോറിനെ ഒരു പുതിയ പാറ്റേൺ പഠിപ്പിക്കുകയാണ്. നെഗറ്റീവ് അസംഷൻ വന്നു, അത് തടഞ്ഞു, പുതിയ അസംഷൻ പ്ലാൻ ചെയ്തു. ഈ പാറ്റേൺ പതിയെ യാന്ത്രികമായി മാറും. ഒരു ദിവസം നിങ്ങളുടെ ഡിഫോൾട്ട് അസംഷൻ സ്വാഭാവികമായും വളരെ എളുപ്പത്തിലും മാറിയതായി നിങ്ങൾക്ക് കാണാം. ഇനി ഈ പുസ്തകത്തിലെ ഏറ്റവും പരിവർത്തനം വരുത്തുന്ന ഭാഗത്തേക്ക് വരാം. ആദ്യ ഭാഗത്തിൽ നമ്മൾ അടിസ്ഥാനം മനസ്സിലാക്കി. ലോ ഓഫ് അസംഷൻ എന്താണ്? ഇന്നർ വേൾഡ് ഔട്ടർ വേൾഡിനെ സൃഷ്ടിക്കുന്നു. ഐ ആം സ്റ്റേറ്റ്മെന്റുകളുടെ ശക്തി. ലിവിംഗ് ഇൻ ദ എൻഡ്. SAUT ടെക്നിക്. സാഹചര്യങ്ങളെ അവഗണിച്ച് അസംഷൻ തിരഞ്ഞെടുക്കൽ. സ്പെസിഫിക് പേഴ്സൺ. മാനിഫെസ്റ്റേഷൻ. അസംഷൻ ലാഡർ. അസംഷൻ ഇൻറ്ററപ്ഷൻ ടെക്നിക്. ഇവയെല്ലാം അടിസ്ഥാനമായിരുന്നു. ഇനി ഇതിലും ആഴത്തിലേക്ക് പോകാം. നെവിൽ ഗോദ്ദാർദ് ഈ പാഠത്തിൽ പറയുന്ന ഒരു കാര്യം ആദ്യമായി കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി തോന്നും. എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ കാര്യം ഏറ്റവും സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ലതോ ചീത്തയോ ആയ സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ, അനുഭവങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ അസംഷനുകളിലൂടെ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ്. ഇത് കേൾക്കുമ്പോഴുള്ള ആദ്യത്തെ പ്രതികരണം ഇല്ല, ഇതെന്റെ തെറ്റല്ല, ഇതെനിക്ക് സംഭവിച്ചതാണ്, ഞാൻ ഇത് തിരഞ്ഞെടുത്തതല്ല എന്നായിരിക്കും. ഈ പ്രതികരണം മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ നെവിൽ ഗോദ്ദാർദ് ഇവിടെ കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അദ്ദേഹം ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറ്റപ്പെടുത്തലും ഉത്തരവാദിത്തവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കുറ്റപ്പെടുത്തൽ പിന്നോട്ട് നോക്കുന്നതാണ്, ഉത്തരവാദിത്തം മുന്നോട്ട് നോക്കുന്നതാണ്. കുറ്റപ്പെടുത്തൽ ഇത് നിന്റെ തെറ്റാണെന്ന് പറയുന്നു. ഉത്തരവാദിത്തം നിന്റെ കൈകളിൽ ശക്തിയുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ അസംഷനുകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അതിനെ മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്നും നിങ്ങൾ അംഗീകരിക്കുകയാണ്.
ഇതാണ് ഈ പാഠത്തിന്റെ ഏറ്റവും ശാക്തീകരിക്കുന്ന വശം. നിങ്ങൾ ഇരയല്ല, നിങ്ങൾ സ്രഷ്ടാവാണ്. എപ്പോഴും അങ്ങനെയായിരുന്നു, വെറുതെ ബോധപൂർവം ആയിരുന്നില്ല എന്ന് മാത്രം. ഇനി ബോധപൂർവമായിരിക്കുക. ഇനി ദ യൂണിവേഴ്സ് അൺവെയിൽഡ് വളരെ ശ്രദ്ധയോടെ വിശദീകരിക്കുന്ന ഒരു ആശയം, അസംഷനിലെ സ്ഥിരോത്സാഹം. ഈ ആശയം പ്രായോഗികമായി വളരെ പ്രധാനമാണ്. ഒരു അസംഷൻ യാഥാർത്ഥ്യമാകാൻ ഒരു തവണ മാത്രം അസ്യൂം ചെയ്താൽ പോരാ എന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. അസംഷനിൽ സ്ഥിരോത്സാഹമുണ്ടായിരിക്കണം. അതായത് അത് ഭൗതികമായി യാഥാർത്ഥ്യമാകുന്നതുവരെ എല്ലാ ദിവസവും സ്ഥിരമായി നിങ്ങൾ ആ അസ്യൂം ചെയ്ത യാഥാർത്ഥ്യത്തിൽ ജീവിക്കണം. ഇതെന്തുകൊണ്ട് ബുദ്ധിമുട്ടാകുന്നു? കാരണം ഈ യാഥാർത്ഥ്യം നിലവിലില്ലെന്ന് പുറത്തുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ധാരാളം പണമുണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുന്നു, എന്നാൽ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാണ്. നിങ്ങളുടെ ബന്ധം സ്നേഹനിർഭരമാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുന്നു, എന്നാൽ വഴക്കുകൾ നടക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം നല്ലതാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുന്നു, എന്നാൽ ശരീരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ നിമിഷങ്ങളിൽ അസംഷൻ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനം വളരെ ശക്തമായിരിക്കും. ഇവിടെയാണ് മിക്ക ആളുകളും പിന്മാറുന്നത്. ഇവിടെ നിൽക്കരുതെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. നിങ്ങൾ അസംഷനെ കൂടുതൽ ശക്തമായി പിടിച്ചു നിർത്തേണ്ട നിമിഷം കൃത്യമായി ഇതാണ്. കാരണം ഇത് ബാഹ്യ സാഹചര്യങ്ങളുടെ പ്രതിരോധമാണ്. ഇത് നിങ്ങളുടെ അസംഷൻ പഴയ യാഥാർത്ഥ്യത്തിന് എതിരെ പോകുന്നു എന്നതിനും പഴയ യാഥാർത്ഥ്യം മാറുന്നതിനു മുമ്പ് അല്പം പുറകോട്ട് തള്ളുന്നു എന്നതിനും തെളിവാണിത്. ഇത് പുലരിക്ക് മുമ്പുള്ള ഇരുട്ടാണ്. സ്ഥിരോത്സാഹത്തോടെ തുടരുക, പുലരി വരും. ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് വളരെ രസകരമായ മറ്റൊരു ആശയം, ദ യൂണിവേഴ്സ് അൺവെയിൽഡ്. ഇതിനെ ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു. എന്താണ് ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ്? നിങ്ങൾ ശക്തമായ ഒരു അസംഷൻ വെച്ചു പുലർത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പരമ്പര തന്നെ പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. ഈ സംഭവങ്ങൾ അപ്രതീക്ഷിതമായിരിക്കും, മുൻകൂട്ടി നിശ്ചയിക്കാത്തവയായിരിക്കും, യാദൃശ്ചികമെന്ന് തോന്നിക്കുന്നവയായിരിക്കും. എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന ആ പാലത്തിന്റെ ഭാഗമാണ്. ഒരു ഉദാഹരണം, നേഹ തനിക്കൊരു ഡ്രീം ജോബ് ലഭിച്ചതായി അസ്യൂം ചെയ്യുന്നു. അവളത് ഫീൽ ചെയ്യുന്നു, ആ അസംഷനിൽ ഉറച്ചു നിൽക്കുന്നു. പെട്ടെന്ന് വർഷങ്ങളായി സംസാരിക്കാത്ത ഒരു പഴയ സുഹൃത്ത് ബന്ധപ്പെടുന്നു. ആ സുഹൃത്തിന് നേഹയുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരാളുമായി ബന്ധമുണ്ട്. ആ കണക്ഷൻ ഒരു ഇന്റർവ്യൂവിലേക്ക് നയിക്കുന്നു. ഇന്റർവ്യൂ ഒരു ഓഫറായി മാറുന്നു. നേഹ ഈ ശൃംഖല പ്രതീക്ഷിച്ചിരുന്നില്ല, എന്നാൽ ഈ ശൃംഖല അവളുടെ അസംഷന്റെ ഫലമായിരുന്നു. ഇതാണ് ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ്. പ്രപഞ്ചം സംഭവങ്ങൾ ക്രമീകരിച്ചു, എന്നാൽ തുടക്കം നേഹയുടെ അസംഷനിൽ നിന്നായിരുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ, യാദൃശ്ചികതകൾ കൂടുമ്പോൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ അവയെ അവഗണിക്കരുത്. അത് നിങ്ങളുടെ അസംഷന്റെ ബ്രിഡ്ജ് ഓഫ് ഇൻസിഡൻസ് ആണ്. ആ പാലത്തെ പിന്തുടരുക. വളരെ പ്രധാനപ്പെട്ടതും ആഴത്തിലുള്ളതുമായ മറ്റൊരു ആശയം, നെവിൽ ഗൊദാർദ് പറയുന്നത് സമയം ഒരു മിഥ്യയാണെന്നാണ്. ഈ പ്രസ്താവന വളരെ ഫിലോസഫിക്കലാണെന്ന് തോന്നാം, എന്നാൽ ഇതിന്റെ പ്രായോഗികമായ ഉപയോഗം വളരെ ശക്തമാണ്. നെവിൽ ഗൊദാർദ് വിശദീകരിക്കുന്നു, ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇത് ഭാവിയെക്കുറിച്ചുള്ള കാര്യമാണ്, എന്നാൽ പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഇത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് പാസ്റ്റ് ടെൻസ് തലച്ചോറിന് ഒരു സിഗ്നൽ നൽകുന്നു. ഫ്യൂച്ചർ ടെൻസ് തലച്ചോറിന് ഒരു സിഗ്നൽ നൽകുന്നു, ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന്. സബ്കോൺഷ്യസ് ഏത് സിഗ്നലാണോ സ്വീകരിക്കുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. സ്ക്രിപ്റ്റിംഗ് വികാരത്തോടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വെറുതെ വാക്കുകൾ എഴുതിയാൽ പോരാ. എഴുതുമ്പോൾ അത് ഫീൽ ചെയ്യുക. ആ നിമിഷം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതുപോലെ ജീവിക്കുക. ഈ ടെക്നിക്ക് വളരെ ശക്തമാണ്. സ്ഥിരമായി പരിശീലിക്കുക. ശത്രുക്കളെയും തടസ്സങ്ങളെയും കുറിച്ച് നെവിൽ ഗൊദാർദ് വളരെ സവിശേഷമായി വിശദീകരിക്കുന്ന ഒരു ആശയം, നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായി തോന്നുന്ന ആളുകൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകൾ, വെല്ലുവിളിയാകുന്ന സാഹചര്യങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ സ്വന്തം അസംഷനുകളുടെ പ്രതിഫലനങ്ങളാണെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. ഈ കാര്യം അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഇത് സ്വാതന്ത്ര്യം നൽകുന്നതുമാണ്. കാരണം ഇതിനർത്ഥം നിങ്ങൾ ആ ആളുകളെ മാറ്റേണ്ടതില്ല എന്നാണ്. ആ സാഹചര്യങ്ങളെ നേരിട്ട് ശരിയാക്കേണ്ടതില്ല. നിങ്ങളുടെ അസംഷനുകൾ മാറ്റുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം, വിക്രം തന്റെ ഒരു സഹപ്രവർത്തകനിൽ വളരെ നിരാശനായിരുന്നു. ആ സഹപ്രവർത്തകൻ എപ്പോഴും അവന്റെ ആശയങ്ങളെ തള്ളിക്കളയുമായിരുന്നു. മീറ്റിംഗുകളിൽ അവന്റെ വാക്ക് മുറിക്കുമായിരുന്നു. വിക്രം നെവിൽ ഗൊദാർദിന്റെ പാഠം പ്രയോഗിച്ചു. അവൻ സ്വയം ചോദിച്ചു, ആളുകൾ എന്റെ ആശയങ്ങൾക്ക് വിലയുണ്ടെന്ന് കരുതുന്നുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി അസ്യൂം ചെയ്യുന്നുണ്ടോ? എന്നെ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി അസ്യൂം ചെയ്യുന്നുണ്ടോ? സത്യസന്ധമായ ഉത്തരം ഇല്ല എന്നായിരുന്നു. തന്റെ ആശയങ്ങൾ ശരാശരിയാണെന്നും ആളുകൾ തന്നെ ഗൗരവമായി എടുക്കുന്നില്ലെന്നും വിക്രമിന് ഉള്ളിന്റെയുള്ളിൽ തോന്നിയിരുന്നു. ആ സഹപ്രവർത്തകൻ അതേ അസംഷനെ പ്രതിഫലിപ്പിക്കുക മാത്രമായിരുന്നു. വിക്രം തന്റെ അസംഷൻ മാറ്റി.
താൻ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നുണ്ടെന്നും ആളുകൾ തന്നെ ആത്മാർത്ഥമായി ബഹുമാനിക്കുന്നുണ്ടെന്നും അവൻ സ്ഥിരമായി അസ്യൂം ചെയ്യാൻ തുടങ്ങി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം വിക്രമിനെ അവഗണിച്ചിരുന്ന അതേ സഹപ്രവർത്തകൻ മീറ്റിംഗിൽ വെച്ച് വിക്രമിന്റെ ഒരു ആശയത്തെ പരസ്യമായി അഭിനന്ദിച്ചു. വിക്രം അവനെ മാറ്റിയില്ല. വിക്രം സ്വയം മാറി. അവന്റെ ബാഹ്യലോകം അത് പ്രതിഫലിപ്പിച്ചു. നന്ദിയും ലോ ഓഫ് അസംഷനും. വളരെ പ്രധാനപ്പെട്ട ഒരാശയം. നന്ദിയും ലോ ഓഫ് അസംഷനും തമ്മിലുള്ള ബന്ധം. നന്ദി പ്രകടിപ്പിക്കുന്നത് വളരെ ശക്തമായ ഒരു അസംഷനാണെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിനകം ഒരുപാടുണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണ്. ആ സമൃദ്ധിയുടെ അസംഷൻ സബ്കോൺഷ്യസ് യാഥാർത്ഥ്യമാക്കുന്നു. നിങ്ങൾ എന്തിനോടാണോ നന്ദിയുള്ളവരായിരിക്കുന്നത് അത് കൂടുതൽ ലഭിക്കും. ഇതുകൊണ്ടാണ് നന്ദിയുള്ള ആളുകളുടെ ജീവിതത്തിൽ സ്ഥിരമായി നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത് ഭാഗ്യമല്ല, ഇത് ലോ ഓഫ് അസംഷനാണ്. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. നിർബന്ധിതമായ നന്ദി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെങ്കിലും നന്ദിയുള്ളവരായിരിക്കാൻ നിങ്ങളെത്തന്നെ നിർബന്ധിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കില്ല. കാരണം നിർബന്ധിതമായ വികാരങ്ങളും യഥാർത്ഥ വികാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം സബ്കോൺഷ്യസിനറിയാം. യഥാർത്ഥ നന്ദി എന്നത് ആത്മാർത്ഥമായി അനുഭവിക്കുന്നതാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നന്ദിയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. പ്രത്യേക കാര്യങ്ങൾ കണ്ടെത്തി അവ ആഴത്തിൽ അനുഭവിക്കുക. ആ നന്ദിയെ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. ലോ ഓഫ് അസംഷൻ ആ നന്ദിയെ എങ്ങനെ വലുതാക്കുന്നു എന്ന് നോക്കുക. പ്രായോഗികമായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം ദ യൂണിവേഴ്സ് അൺവെയിൽഡ്. ഇതിനെ അസംഷൻ സ്റ്റാക്കിംഗ് എന്ന് വിളിക്കുന്നു. എന്താണ് അസംഷൻ സ്റ്റാക്കിംഗ്? ചെറിയ ചെറിയ അസംഷനുകളിൽ നിന്ന് തുടങ്ങി പടിപടിയായി വലിയ അസംഷനുകളിലേക്ക് എത്തുന്ന ഒരു ടെക്നിക്ക് ഇതാണിത്. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യവും നിങ്ങളുടെ ആഗ്രഹിക്കുന്ന അസംഷനും തമ്മിലുള്ള അകലം വളരെ വലുതാണെങ്കിൽ തലച്ചോർ ആ അസംഷനെ എളുപ്പത്തിൽ അംഗീകരിക്കില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് പണമേയുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഞാൻ കോടീശ്വരനാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്താൽ തലച്ചോർ അത് പെട്ടെന്ന് തന്നെ നിരസിച്ചേക്കാം. കാരണം നിലവിലെ യാഥാർത്ഥ്യം അതിൽ നിന്ന് വളരെ അകലെയാണ്. അസംഷൻ സ്റ്റാക്കിംഗിൽ നിങ്ങൾ ഓരോ പടിയായി മുന്നോട്ടു പോകുന്നു. ആദ്യം എന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുവെന്ന് അസ്യൂം ചെയ്യുക. ഇത് ഫീൽ ചെയ്യുക. ഇതിൽ ഉറച്ചു നിൽക്കുക. ഇത് സ്ഥിരമാകുമ്പോൾ അടുത്ത ലെവലിലേക്ക് പോകാം. എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. പിന്നെ എന്റെ കയ്യിൽ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട്. പിന്നെ എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. ഈ പടിപടിയായുള്ള രീതി ഓരോ പടിയും അംഗീകരിക്കാൻ തലച്ചോറിന് സമയം നൽകുന്നു. ഓരോ പടിയും മാനിഫെസ്റ്റ് ആകുന്നു. ഇതൊരു കോണിപ്പടി പോലെയാണ്. ഓരോ പടിയും കയറി ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ഉറക്കത്തിന്റെ പ്രാധാന്യം. ഇനി വളരെ ആഴത്തിലുള്ള ഒരു വിഷയം. ഉറക്കം വളരെ പ്രത്യേകതയുള്ള ഒരു അവസ്ഥയാണെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. SATSൽ സബ്കോൺഷ്യസ് ഏറ്റവും സജീവമാണെന്ന് നമ്മൾക്കറിയാം. എന്നാൽ നെവിൽ ഗൊദാർദ് ഇവിടെ മറ്റൊരു മാനം കൂടി ചേർക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നസ് പരിധിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ സമയത്തിന്റെയും സ്ഥലത്തിന്റെയും നിയന്ത്രണങ്ങളില്ല. ആ അവസ്ഥയിൽ പ്ലാൻ ചെയ്യുന്ന അസംഷനുകൾ വളരെ വേഗത്തിൽ മാനിഫെസ്റ്റ് ആകുന്നു. അതുകൊണ്ടാണ് നെവിൽ ഗൊദാർദ് എല്ലാ രാത്രിയിലെയും പരിശീലനത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. എല്ലാ രാത്രിയും ഒരു പ്രത്യേക അസംഷനുമായി ഉറങ്ങാൻ പോകുന്ന ഒരു സ്ഥിരമായ ദിനചര്യ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ എല്ലാ രാത്രിയും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ റീപ്രോഗ്രാം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു രാത്രിയിലെ പരിശീലനം ചെറുതായി തോന്നാം. എന്നാൽ 30 രാത്രികൾ ചേരുമ്പോൾ അത് വളരെ ശക്തമായ ഒരു മുദ്ര പതിപ്പിക്കുന്നു. 3 മാസം അതിലും ആഴത്തിലുള്ളതാകുന്നു. 6 മാസം കഴിയുമ്പോൾ ഈ അസംഷൻ നിങ്ങളുടെ ഡിഫോൾട്ട് യാഥാർത്ഥ്യമായി മാറുന്നു. സ്ഥിരതയാണിതിലെ പ്രധാനം. ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന വളരെ രസകരമായ ഒരു ആശയം നെവിൽ ഗൊദാർദ് പറയുന്നു. മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും വലിയ ശത്രു സംശയമല്ല, മറിച്ച് പകുതി മനസ്സോടെയുള്ള അസംഷനാണ്. എന്താണ് സംശയം? ഇത് നടക്കില്ല എന്ന് നിങ്ങൾ ശക്തമായി ഫീൽ ചെയ്യുമ്പോൾ. എന്താണ് പകുതി മനസ്സോടെയുള്ള അസംഷൻ? കുറച്ച് അസ്യൂം ചെയ്യുകയും കുറച്ച് സംശയിക്കുകയും ചെയ്യുമ്പോൾ. നടുക്ക് നിൽക്കുമ്പോൾ. ഈ അവസ്ഥ ഏറ്റവും അപകടകരമാണെന്ന് നെവിൽ ഗൊദാർദ് പറയുന്നു. കാരണം ഇതിൽ നിങ്ങൾ പൂർണ്ണമായി അസ്യൂം ചെയ്യുന്നുമില്ല, പൂർണ്ണമായി വിട്ടുകളയുന്നുമില്ല. സബ്കോൺഷ്യസിന് വ്യക്തമായ ഒരു സിഗ്നൽ ലഭിക്കാത്തതിനാൽ ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ല. ദ യൂണിവേഴ്സ് അൺവെയിൽഡ്. ഇതിനെ ഹാഫ് ഹാർട്ടഡ് അസംഷന്റെ പ്രശ്നമെന്ന് വിളിക്കുന്നു. ഇതിനെന്താണ് പരിഹാരം? അസ്യൂം ചെയ്യുമ്പോൾ പൂർണ്ണമായും ചെയ്യുക. സംശയങ്ങൾക്ക് ഇടം നൽകരുത്. കാരണം ഇന്നർ വേൾഡിലെ യാഥാർത്ഥ്യം ഔട്ടർ വേൾഡിൽ എത്താൻ സമയമെടുക്കും. എന്നാൽ ഇന്നർ വേൾഡിൽ ആ യാഥാർത്ഥ്യം ഇതിനകം പൂർണ്ണമായും നിലനിൽക്കുന്നുണ്ട്. പൂർണ്ണമായും അസ്യൂം ചെയ്യുക. പൂർണ്ണമായും ഫീൽ ചെയ്യുക. പൂർണ്ണമായും ഉറച്ചു നിൽക്കുക. പകുതി മനസ്സോടെ നിൽക്കരുത്. സ്റ്റേറ്റ് ചേഞ്ച് ടെക്നിക്. ഇനി പ്രായോഗികമായി വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം ദ യൂണിവേഴ്സ് അൺവെയിൽഡ് സ്റ്റേറ്റ് ചേഞ്ച് ടെക്നിക് എന്ന് വിളിക്കുന്നൊരു രീതി പറയുന്നുണ്ട്.
ഇതെന്താണ്? നിങ്ങളുടെ മൂഡ് മോശമായിരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തുമ്പോൾ, അസംഷനിൽ ഉറച്ചുനിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ ആ നിമിഷത്തിൽ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് മാറ്റുക. ശരീരവും മനസ്സും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ നിൽപ്പോ ഇരിപ്പോ മാറ്റുമ്പോൾ, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മാറ്റുമ്പോൾ, നിങ്ങൾ ശാരീരികമായി അനങ്ങുമ്പോൾ, നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥ യാന്ത്രികമായി മാറുന്നു. നിവർന്നു നിൽക്കുക, ദീർഘമായി ശ്വസിക്കുക, പുഞ്ചിരിക്കുക, ആത്മവിശ്വാസത്തോടെ നടക്കുക.